ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പുമായാണ് മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യം. LDF സത്യഗ്രഹ സമരവേദിയിലാണ് മുഖ്യമന്ത്രി ഈ കപ്പ് ഉപയോഗിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിജീവിത ഈ പ്രയോഗം നടത്തിയിരുന്നു. അതേസമയം ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. രാഹുലിനെ നേരിട്ട് ഹാജരാക്കാനാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവെടുപ്പുകൾ കണ്ടെത്തുന്നതിനായി പ്രതിയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. കേസിലെ സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി പ്രതികരിക്കില്ലെന്ന് ഷാഫി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിയമം എന്ത് നടപടിയാണോ എടുക്കുന്നത് അതിനെതിരായി കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ നേതാക്കളോ ഒരു നിലപാടും എടുക്കില്ലെന്ന ഷാഫി പറമ്പിൽ MP. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ലെന്നും ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടാകില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആരോപണം വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു. വിഷയത്തിൽ പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെയാണ് അത് പോലീസിന് കൈമാറിയത്. പിന്നാലെ അയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ നീതി നടപ്പാവട്ടെ എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എന്താണോ സത്യസന്ധമായ കാര്യം അത് പോലീസിന്റെ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന് തെളിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിയമം തീരുമാനിക്കട്ടെ. അതിന് തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആരും ഇറങ്ങി നിൽക്കില്ലെന്നും MP വ്യക്തമാക്കി. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. അതിനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാവുന്ന നടപടികളെല്ലാം പാർട്ടി എടുത്തു കഴിഞ്ഞു. രാഹുലിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജിയെക്കുറിച്ചും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പ്രതികരിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കോൺഗ്രസ് നിറവേറ്റി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഇനിയും രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി എന്തെങ്കിലും നടപടിയായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ലെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി കഴിഞ്ഞു. അതിനു മുകളിലായി പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇനി വ്യക്തിപരമായ അഭിപ്രായം പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ലെന്നും ഷാഫി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലും താനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനോ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന കാര്യത്തിലടക്കം ഒരു നടപടിക്കും ആ സൗഹൃദം തടസ്സമായി മാറിയിട്ടില്ല. കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ ഇത്തരമൊരു വിഷയത്തിൽ മറ്റേതൊരു പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും വ്യക്തമായ നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഷാഫി പറഞ്ഞു.